യെസ് ഗുഡ് മോർണിംഗ്. മോദി കെയറിൽ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി വന്ന ആളാ ഞാൻ. അപ്പൊ നിങ്ങൾ എന്താ മോദി കെയറിലെ കാപ്പി എന്നില്ലേ? പണ്ട് കോഴിക്കോട് റിനൈസൻസിൽ മോദി കെയറിന്റെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് വെറും 12 പേരുണ്ടാവുക. അപ്പൊ വിജയ് സാറിനെ കൂട്ടിക്കൊണ്ടു പോകും, മോദി കെയർ ചെയ്യാന്ന്. ഞാൻ മോദി കെയർ ചെയ്യാനല്ല പോകുന്നത്, വൈകുന്നേരത്തെ ചായ അവിടുന്ന് കിട്ടും, കുടിക്കാൻ വേണ്ടി പോകുന്നതാ. അപ്പൊ ദിനേശ് സാർ അവിടെ ഉണ്ടാവും. അപ്പൊ ദിനേശ് സാർ എന്നെ കാണുമ്പോൾ ചോദിക്കുക, എന്താ ചോദിക്കുക, തലോട് ഇങ്ങനെ കാണിക്കും, എങ്ങനെ ഇത് മോദി കെയർ ചെയ്യല്ലേ? അപ്പൊ ഞാനത് കാണിക്കും, ഓ ചെയ്യാം. ചുമ്മാ വെറുതെ ചായ കുടിക്കാൻ വേണ്ടി മീറ്റിംഗിന് പോയൊരു ഞാൻ ഇന്ന് ഇങ്ങോട്ട് മീറ്റിംഗ് ഹാളിലേക്ക് വന്നത് 80 ലക്ഷം രൂപയുടെ മെർസിഡീസ് ബെൻസ് കാറിലാണ്. പവർ ഓഫ് മോദി കെയർ, പവർ ഓഫ് മോദി കെയർ. ഏതാണ്ട് ഇവിടെ ഇരിക്കുന്ന 41ഓളം പേര് ഈ ഒരു ബിസിനസിലൂടെ ഞാൻ കാപ്പി കുടിക്കാൻ പോയ കാരണം കൊണ്ട് കാറെടുത്തിട്ടുണ്ട്. സീ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു ചെറിയ തീരുമാനം എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റവല്യൂഷനാ. ഞാൻ ആലോചിക്കുക എത്രയും പൈസ എവിടെയാ പോയെന്ന്. 2 കോടി രൂപയ്ക്ക് മേലെയാ വരുമാനം കിട്ടിയേക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറും 7500 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലിനെ മൊത്തം മാറ്റാൻ വെറും 13 വർഷം കൊണ്ട് മോദി കെയറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വേറെ ജോലിക്ക് പോണത്? ഒരു മനുഷ്യന് വേണ്ടത് കാറ് വേണോ വേണ്ടേ? വീട് വേണോ വേണ്ടേ? ഹലോ, യാത്രകൾ വേണോ വേണ്ടേ? വിദേശ യാത്ര വേണോ വേണ്ടേ? എന്റെയൊക്കെ ഒരു ചെറിയ സമയത്ത് കുട്ടിക്കാലത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ടൂർ പോകുമ്പോ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, ടൂർ പോകാൻ സാധിക്കില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾ മലേഷ്യ കോലാലംപൂര് പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വന്നേക്കുന്നത്. ടീമിന്ന് 20 പേരെയും കൊണ്ട സുഹൃത്തുക്കളെ മലേഷ്യ പോയത്. നിങ്ങള് കൈയടിക്കൂല, കാരണം എന്താ, ഞങ്ങള് നമ്മളെ ആൾക്കാരല്ലേ പോയതല്ലേ. സാറൊരു കാര്യം പറഞ്ഞു, പൈസ വരണമെങ്കിൽ എന്തും കൂടെ വേണം. നമ്മള് രാവിലെ മുതൽ മീറ്റിംഗ് കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോ വിജയിക്കാൻ പറ്റുമോ? ആ എനർജി വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മോദി കെയർ ആവാഹിക്കണം. ഞാൻ അപാര വർക്കറൊന്നുമല്ല, ഞാൻ അപാര പ്ലാൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ മോദി കെയറിന് മുതൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മോദി കെയറിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 6500 രൂപയുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുമായി വന്ന ഞാൻ മോദി കെയറിൽ മെർസിഡീസ് ബെൻസ് അടക്കം 4 കാറുകൾ ഈ ഒരു ബിസിനസ്സിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ടീമിലെ 40 പേരില് 41 പേരോളം കാർ എടുപ്പിക്കുക. ഇഷ്ടംപോലെ പേര് 7 തവണ മോദി കെയർ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്തു. എത്ര തവണ? 7 തവണ. 12-ലധികം തവണ ഡൊമസ്റ്റിക് ട്രിപ്പ് അച്ചീവ് ചെയ്തു. ചിന്തിക്കണം, ഒരു സാധാരണക്കാരനായ എനിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ നിങ്ങൾക്കൊക്കെ സാധിക്കും. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഇവിടെ ഇന്ന് വന്നേക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓൾമോസ്റ്റ് എന്റെ ടീമിൽ ഏതാണ്ട് 200-ലധികം ആളുകൾ ഇന്ന് ഈ ഹാളിലുണ്ട്. ഒരുപാട് അച്ചീവേഴ്സ് ഇരിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷം അല്ലെ? സുഹൃത്തെ പോലത്തെ, ജലീൽ ഖാനെ പോലത്തെ മറ്റു ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോടൊപ്പം വന്ന് അച്ചീവറായി മാറുക. എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? അപ്പൊ എല്ലാവരും മോദി കെയർ മനസ്സിലാക്കുക, മോദി കെയറിനൊപ്പം നിൽക്കുക, മോദി കെയറിനെ ഫോക്കസ് ചെയ്യുക. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി ആശംസിക്കുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മോദി കെയർ.